എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങള് നാം ദൈവസന്നിധിയിലായിരിക്കുന്ന നിമിഷം ഓരോ നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം ആരാധനയിൽ നല്ല പാട്ട് ഹല്ലേലൂയ പാടിയ ദൈവദാസിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ നന്നായി പാടുവാൻ ദൈവം വീണ്ടും കൃപ തരട്ടെ. ഹല്ലേലൂയ ഒരുമിച്ച് ആരാധിക്കുവാൻ, ഹല്ലേലൂയ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുവാൻ സാധിക്കും. ഹല്ലേലൂയ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ അത് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും. ഹല്ലേലൂയ ചുരുക്കത്തിൽ നമ്മുടെ പാട്ട് പ്രാർത്ഥനയൊക്കെ ആത്മീയ വർധന കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഹല്ലേലൂയ ഞാൻ നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ഒരു കുടുംബാംഗമാണ്. അപ്പോൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇയ്യോബ് ഹല്ലേലൂയ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ മേല് അടുത്തിരിക്കുന്ന ഡിവൈസിലെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ കർത്താവേ. ഇന്ന് കടന്നു വന്ന വ്യക്തികളെ അനുഗ്രഹിക്കണേ കർത്താവേ. നമ്മുടെ ഒരു വാക്ക് ഹല്ലേലൂയ പറഞ്ഞാല് കർത്താവ് അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുകയാണ്. എന്റെ മക്കൾ എന്നോട് അപേക്ഷിച്ചത്, എന്റെ മക്കൾ എന്നോട് പറഞ്ഞത് അത് കണ്ട് മറുതലിച്ചു പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അപ്പനോട് ചേർന്നിരിക്കാം, അവന്റെ മരണത്തിലേക്ക് ചേരാം. ഹല്ലേലൂയ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് 2 വേദഭാഗങ്ങൾ വായിക്കാം. ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 6-ാം വാക്യം. ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 6-ാം വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. Praise the Lord. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത്. വെള്ളിയും പൊന്നും എനിക്കില്ല. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യമുണ്ട്. അത് ഞാൻ നിനക്ക് നൽകപ്പെടുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് മുടന്തന്റെ കൈക്ക് പിടിച്ചു. അടുത്തൊരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. Praise the Lord. ഇതും ഹല്ലേലൂയ വളരെ സുപരിചിതമാണ്. ഈ ദിവസങ്ങളിൽ ഒന്നുകിൽ ആവർത്തിച്ച് കേൾക്കപ്പെടുന്ന ഒരു വാക്യമായിരിക്കാം ഇത്. ഈ 2 വാക്യങ്ങളും അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 6-ാം വാക്യവും ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യവും പത്രോസുമായി ബന്ധപ്പെട്ട വാക്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ചരിത്രകാരനായ ലൂക്കോസ് ചമയ്ക്കുമ്പോൾ ഈ സംഭവം നടക്കുന്നത് ഗന്നസരത്ത് തടാകത്തിന്റെ കരയിലാണ്. ഗന്നസരത്ത് തടാകം, ഹല്ലേലൂയ ഗലീല കടൽ, തിബരിയാസ് കടൽ എന്നൊക്കെ വിവിധ പേരുകളില് അറിയപ്പെടുന്ന ഒരു കടലാണ് ഗന്നസരത്ത് തടാകം. ഈ 3 പേരിൽ അറിയപ്പെടുമ്പോൾ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ചമയ്ക്കുമ്പോൾ ഏകദേശം ആ കടൽക്കരയിൽ ഗന്നസരത്ത് കടൽക്കരയിൽ 4000 പടകുകൾ ഹല്ലേലൂയ മത്സ്യബന്ധനം നടത്തുന്നതിനായി ആ കരയിൽ ഉണ്ടായിരുന്നു. ഏകദേശം 4000 പടകുകളാണ് അവിടെ ഉള്ളത്. മത്സ്യബന്ധനത്തിന് എല്ലാ ഇടങ്ങളും അവിടെയുണ്ട്. എല്ലാ ഇടങ്ങളെന്ന് പറയുമ്പോൾ വിൽക്കുവാനും വാങ്ങുവാനും ഹല്ലേലൂയ ചിലര് അത് ലേലം വിളിച്ച് കൊണ്ടുപോകുവാനും കാണുവാനും ഒക്കെ വരുന്ന ഒരു കൂട്ടം അവിടെ നമുക്ക് കാണുവാൻ, വിവിധ സൗകര്യങ്ങളും വിവിധ കാര്യങ്ങളും നടക്കുന്ന ഒരു കരയാണ് ഹല്ലേലൂയ മത്സ്യബന്ധന കര എന്ന് പറയുന്നത്. മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഹല്ലേലൂയ അപ്പോൾ തന്നെ മത്സ്യബന്ധനത്തിന് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ചെന്ന് ഹല്ലേലൂയ മീൻ വിൽക്കുവാനോ വാങ്ങുവാനോ ലേലം
നിലം വിളിക്കുവാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, മത്സ്യബന്ധനത്തിനായി പോകുന്നവർ സന്ധ്യ ഇങ്കൽ ആണ് കടന്നു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ രാത്രിയിൽ തന്റെ ഭവനത്തോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഹല്ലേലൂയ അവർ കടന്നു പോകുകയാണ് മത്സ്യബന്ധനത്തിനായി കടന്നു പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവരും ടാറ്റയൊക്കെ പറയുവാൻ അതിന്റെ കൂടെ ചെന്ന് നിൽക്കും. നാം അങ്ങനെയല്ലേ? വീട്ടിലുള്ളവരെ കടന്നു പോയാൽ അവരോട് ബൈ പറയുവാൻ, ഒന്ന് ഹല്ലേലൂയ അവരെ ഒന്ന് പറഞ്ഞു വിടുവാൻ ചിരിച്ച മുഖത്തോടെ ഒരു പക്ഷേ നാം ചെന്ന് നിൽക്കാറുണ്ട്. അതുപോലെയാണ്. എന്നാൽ ഇവര് ചെല്ലുന്നത് അങ്ങനെയല്ല, വളരെ ആശങ്കയോട് കൂടിയാ ഈ കടന്നു പോകുന്നവർ ഇനി മടങ്ങി വരുമോ, ഹല്ലേലൂയ അവർക്ക് എന്തും ഭവിക്കാം. കടലിലാ കടന്നു പോകുന്നത്, അതിന്റെ തിരകളും തിരമാലകളും ഹല്ലേലൂയ പലപ്പോഴും നാം ചിന്തിക്കുന്നതിന് വിപരീതമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ തന്റെ പ്രിയപ്പെട്ടവരെ യാത്ര അയക്കുവാൻ വളരെ ആകുലതകളുണ്ട്. ചിലർക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? ചിലർക്ക് ഈ ഹല്ലേലൂയ കടന്നു പോയി മീൻ പിടിച്ചുകൊണ്ട് വന്ന് അത് വിറ്റതിന് ശേഷമാണ് തന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുവാൻ സാധിക്കുകയുള്ളൂ. പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ അവർ വന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. അങ്ങനെയും ചില ബദ്ധപ്പാടോടെ ഞെരുക്കത്തോടെ കുടുംബങ്ങളായിരിക്കുന്നു. അവരിങ്ങനെ അവരുടെ മുഖമൊക്കെ വളരെ ദൈന്യതയോടെ നിൽക്കുമ്പോൾ മത്സ്യബന്ധനത്തിനായി കടന്നു പോകുന്നവർ പറയും, കുഞ്ഞുങ്ങളെ ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, നിങ്ങളുടെ ഭാരങ്ങൾ അകറ്റാനാണ് ഞാൻ കടന്നു പോകുന്നത്. നിങ്ങളുടെ സകല ഹല്ലേലൂയ വിഷമിക്കുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരകൻ നാളെ ഞാൻ കടന്നു വരും. പ്രതീക്ഷയോടാ പറയുന്നേ, നാളെ ഞാൻ കടന്നു വരും. ഹല്ലേലൂയ ആ നേരത്ത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്റെ പക്കൽ ഉണ്ടാകും. അങ്ങനെ അവർ ഹല്ലേലൂയ അവരുടെ അധ്വാനം നടുക്കടലില അധ്വാനം കഴിഞ്ഞ് വളരെ വ്യഗ്രതയോടെ ഹല്ലേലൂയ വരുന്നവർക്ക് ആവേശം കൂടുതലാണ്. കടന്നു പോയതുപോലെയല്ല, നടുക്കളത്തിൽ അധ്വാനിച്ചതുപോലെയല്ല. അവിടെ ആവേശം എന്തെന്നറിയാമോ? എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാം, എന്റെ വീട് പറ്റാം, എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാം. എന്നാൽ ഹല്ലേലൂയ മറ്റു ചിലർക്ക് തങ്ങളുടെ ഈ സാധനങ്ങൾ ഒന്ന് വ്യാപാരം ചെയ്യാം. പല ചിന്തയോടെ നാം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലെ എന്താണെന്ന് ആരാഞ്ഞറിയുന്നവൻ ഹല്ലേലൂയ മനുഷ്യർക്ക് പറ്റില്ല. എന്നാൽ ഹൃദയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന, നമ്മെ നന്നായി അറിയുന്ന, നമ്മൾ ഏത് അവസ്ഥയിലാ ഇരിക്കുന്നതെന്ന് നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഭാരത്തോടെയാണോ, പ്രയാസത്തോടെയാണോ? സെരുബാബേലിനെ പോലെ എന്ന മഹാപർവ്വതത്തിനെ പോലെ കവർന്ന് നമ്മളെക്കാളും വലുതായി നമ്മുടെ പ്രശ്നങ്ങൾ നിൽക്കുക. ഭാരപ്പെടല്ലേ, ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് കൊടുക്ക്, അത് സമഭൂമിയായി തീരും. നിന്റെ പ്രശ്നങ്ങൾ സമഭൂമിയായി തീരുന്നത് പോലെ ഹല്ലേലൂയ അവർ കടന്നു വരികയാണ്. മീൻപിടുത്തക്കാർ അവർ ഓടി വരികയാണ്. വന്നു ഹല്ലേലൂയ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു, സന്തോഷിക്കുന്നു, ചിരിക്കുന്നു, കൊടുക്കുന്നു. എല്ലാം നടക്കുമ്പോഴും അവിടെ ഒരിടത്ത് ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. അവിടെ രണ്ട് പടകുകൾ ഹല്ലേലൂയ ഒരു പ്രതീക്ഷയുമില്ലാതെ അവിടെ കിടക്കുകയാണ്. ആ പടകിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ശീമോൻ പത്രോസ് ആണ്. ശീമോൻ പത്രോസ് ഹല്ലേലൂയ അവനും വീടുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ചാർച്ചക്കാരുണ്ട്. ഹല്ലേലൂയ തനിക്ക് പെട്ടെന്ന് ഭവനത്തിലേക്ക് പോകണമെന്നൊക്കെ അവൻ ആഗ്രഹമുണ്ട്. എന്നാൽ തന്റെ സാഹചര്യം അതിനനുവദിക്കുന്നില്ല. ഹല്ലേലൂയ തനിക്ക് പ്രതികൂലമായ ഒരു സാഹചര്യമാ ഉണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ അതുകൊണ്ട് ഈ ഇറനടിഞ്ഞ് ഉള്ളം നൊന്തുകൊണ്ട് അവൻ അവിടെ തന്റെ ഹല്ലേലൂയ പടകിനരികിൽ ഇരിക്കുക. ഹല്ലേലൂയ അവൻ എങ്ങനെ ഇരിക്കുക? അതിന് കാരണം എന്താ? അവന്റെ കരം ശൂന്യമാ, അവന്റെ പടക് ശൂന്യമാ. അവൻ പറയുകയാണ്, നാഥാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു. ഹല്ലേലൂയ അവൻ അങ്ങനെ ഈറനണിഞ്ഞ് പടകിനെ നോക്കി ബുദ്ധിമുട്ടി. എന്റെ കുഞ്ഞുങ്ങൾ ഓടി വരുമ്പോൾ, ഇതെന്റെ ഭാവനയാണ്, ആരും ബൈബിളിൽ നോക്കരുത്. അവൻ ബുദ്ധിമുട്ടുമ്പോൾ അവൻ ഓർക്കുക, എന്റെ കുഞ്ഞുങ്ങൾ ഓടി വരുമ്പോൾ ഞാൻ എന്ത് കൊടുക്കും? എന്റെ പ്രിയപ്പെട്ടവർ വരുമ്പോൾ ഞാൻ എന്ത് കൊടുക്കും? എന്റെ കുഞ്ഞുങ്ങളോട് എന്ത് ഉത്തരം പറയും? നീറി വിങ്ങുന്ന ഹൃദയത്തോടെ അവൻ ഇരിക്കുകയാണ്. ആ സമയത്താണ് നസ്രേനായ യേശു കടന്നു വരികയാണ്. എങ്ങനെയാണ്? 3998 പടകിനെയും അവഗണിച്ചിട്ട് വേറെ ഒത്തിരി പേരുണ്ടായിരുന്നേ. നിന്നേക്കാൾ സൗന്ദര്യമുള്ളവർ, നിന്നേക്കാൾ കുലശ്രേഷ്ഠർ ഒത്തിരി പേരുണ്ടായിട്ടാ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചു
പിടിച്ച് വേർതിരിക്കപ്പെട്ടത്. നിന്റെ പടകിനരികിലേക്ക് അവൻ കടന്നു വന്നത്. നിന്റെ ഭാരം നന്നായിട്ട് അറിയുന്നവൻ അടുത്തേക്ക് വരികയാണ്. അവൻ നടത്തുന്ന അത്രയും പേരെ അവഗണിച്ചിട്ട്, പഠനമുള്ളവരെ, സൗന്ദര്യമുള്ളവരെ, പണശ്രേഷ്ഠതയുള്ളവരെ അവഗണിച്ചിട്ട് അവൻ ശീമോനുള്ളതായ പടകിലേക്ക് കടന്നു വരികയാ. ശീമോന്റെ പടകിലേക്ക്, ശീമോന്റെ കുടുംബത്തിലേക്ക്, ശീമോന്റെ വിഷയങ്ങളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങുകയാണ്. ശീമോനോട് സംസാരിച്ചിട്ട് പറയുകയാണ്, കാര്യങ്ങളൊക്കെ തിരക്കി കാണും. എന്താ കുഞ്ഞെ നീ കരയുന്നത്? എന്താ നിരാശയോടെ ഇരിക്കുന്നത്? അവൻ പറയുക, നാഥാ, ഇന്നലെ രാത്രി മൊത്തം ഞാൻ അധ്വാനിച്ചപ്പച്ച, എനിക്ക് ഒന്നും കിട്ടിയില്ല. അതിന് മറുപടിയാണ് നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ട വചനം. ഹാലലൂയ. അധ്വാനിച്ച് ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന രണ്ട് മർമ്മങ്ങളുണ്ട്. ഹാലലൂയ. കാരണം അവൻ അധിക ദുഃഖത്തോടെ ഇരിക്കാൻ കാരണം കഴിഞ്ഞ 30 വർഷക്കാലത്തെ പാരമ്പര്യം കടലുമായിട്ട് ശീമോനുണ്ടായിരുന്നു. അങ്ങനെയല്ലേ നാം ഓരോരുത്തരും ഇറങ്ങി തിരിച്ച നാൾ മുതല് 30 വർഷം, 20 വർഷം, 10 വർഷം, 50 വർഷത്തെ പാരമ്പര്യം. എന്നാൽ ശീമോന് കഴിഞ്ഞ 30 വർഷത്തെ തന്റെ അനുഭവവും കടലുമായിട്ടുള്ള ബന്ധം അതിനെ നന്നായിട്ട് ശീമോൻ അറിയാം. അതിന്റെ ആഴം എവിടെ ചെന്നാൽ മീൻ കിട്ടുമെന്ന് അതിന്റെ കടലിന്റെ ആകത്തുകയെ അറിയാകുന്ന ശീമോന് അവന്റെ സ്വഭാവം, അതിന്റെ തിരമാല വന്നാൽ അതിന്റെ കാഠിന്യത എത്രയെന്നൊക്കെ അവൻ അറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവൻ മത്സ്യബന്ധനത്തിന് പോയത്. എന്നാൽ അവന് തെറ്റി. നിന്റെ അനുഭവമല്ല കുഞ്ഞെ. ഹാലലൂയ. ദൈവം കൂടെ ഇല്ലാതെയുള്ള നിന്റെ യാത്ര അത് പഴകിപ്പോയി, അത് തെറ്റായി പോയി. അതുകൊണ്ടാണ് നിന്റെ പടക് ശൂന്യമായി പോയത്. നിന്റെ യാത്രയിൽ 30 വർഷത്തെ പാരമ്പര്യമല്ല, പിന്നെയോ നിന്റെ കൂടെ ഇപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടോ? ഉപവാസ പ്രാർത്ഥനയാണല്ലോ. നമുക്കൊന്ന് പരിശോധിക്കാം. ഹാലലൂയ, ഹാലലൂയ. അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന ശൂന്യത എന്തുകൊണ്ടാ? നാം ചിന്തിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. ചില വിഷയങ്ങൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ നിസ്സാര വിഷയങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി വെളിപ്പെട്ടു. അതുകൊണ്ടല്ലേ നാം ഇവിടെ ഇരിക്കുന്നത്. നമ്മെ നിർത്തിയത് കൊണ്ടല്ലേ നാം ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, ചില വർഷത്തെ അനുഭവം നിനക്കുണ്ടാകാം, പറയാൻ കാണും. എന്നാൽ ഇന്ന് തോൽവി സമ്മതിച്ചു. നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ലെന്നേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ പറ്റിയില്ല. 30 വർഷത്തിൽ നീ വീശിയത് മൊത്തം നമുക്ക് ശീമോനോട് പറയാം, നമ്മളോടും പറയാം. ശീമോൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏൽക്കണം. ഞങ്ങളോട് കർത്താവേ നീ പറഞ്ഞത് കഴിഞ്ഞ 30 വർഷം നീ വീശിയത് ശൂന്യതയല്ല കുഞ്ഞെ. ഹല്ലേലൂയ. ശൂന്യതയിൽ വീശിയത് കൊണ്ടാ നിനക്കൊന്നും കിട്ടാതിരുന്നാൽ. എന്നാൽ ഹല്ലേലൂയ, അവൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അധ്വാനിച്ചത് ശരിയാ, എന്റെ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല, അതും ശരിയാ. എങ്കിലും നിന്റെ വാക്കിന്, ആരോടാ പറയുന്നേ? സൃഷ്ടിതാവിനോട് പറയുക. അവന്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. ഒരു നിമിഷം മതി നമ്മുടെ ജീവിതം മാറി മറിയുവാൻ. ഹല്ലേലൂയ. നമ്മുടെ രോഗം മാറുവാൻ, നമ്മൾ അനുഭവിക്കുന്ന വ്യതകൾ മാറുവാൻ. ആരാധനയോടെ, പ്രാർത്ഥനയോടെ ചില വിഷയങ്ങൾ നമുക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നേടിയെടുക്കുവാൻ ദൈവത്തിന്റെ ഒരു വാക്ക് മതി. ആ വാക്കിനെ നമുക്കൊന്ന് വിശ്വസിക്കാം. ആ വാക്കിങ്ങനെ പറയുന്നത്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ, ശൂന്യതയിൽ നിന്ന് പണിയുന്ന ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്കിനെ ആര് വില കൊടുക്കുന്നുവോ അവരെ ദൈവം മാനിക്കും. അവരെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വെള്ളത്തിലോട്ട് ഈ വലയിട്ടാൽ വീണാൽ സൃഷ്ടിപ്പുകാരൻ അതിൽ സൃഷ്ടിച്ച് മീനുകളെ ഉണ്ടാക്കും. ഹല്ലേലൂയ. ചില ഫാമിലിയോട്, ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. ഒരു പക്ഷേ നീ ശൂന്യതയിലായിരിക്കാം നിൽക്കുന്നത്. ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ഹല്ലേലൂയ. നീ ആരുടെ കയ്യിൽ? ദൈവത്തിന്റെ കരത്തിൽ ഒന്ന് കൊടുക്കണം. പലപ്പോഴും ഹല്ലേലൂയ ദീർഘവർഷങ്ങൾ പാരമ്പര്യം 30 വർഷം നമുക്ക് പറയാനുണ്ടെങ്കിൽ ഹല്ലേലൂയ പലരും പറയില്ല. ഹല്ലേലൂയ നിങ്ങൾ ആരോടും
മടക്ക്. അതിനുള്ള സമയമാ ഈ ദിവസങ്ങൾ, 40 ദിവസം നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്നത്. ഇന്ന് പറ്റിയില്ലയോ? നിങ്ങൾ ഇന്ന് ഈ നിമിഷം മുഴങ്കാലുകളെ മടക്ക്. നീ ശൂന്യതയിലേക്ക് വല വീശിയത് മതിയാക്ക്. ദൈവത്തോട് ചേർന്നെങ്കിലും അപ്പ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിടുകയാണ്. ദൈവം നിന്റെ വിഷയത്തിന്മേൽ ഇടപെടുന്ന പകൽക്കാലമാണെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നാം ചിന്തിക്കുമ്പോൾ ശിമോൻ അവിടെ എന്തെടുത്തോണ്ടിരിക്കുകയായിരുന്നു? തന്റെ വല. മീൻ കിട്ടിയില്ലേലും വേണ്ടിയല്ല, അവൻ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വ്യക്തമായ വലയെ ഒന്ന് പരിശോധിച്ചു. അതിന് കിഴുത്തകളുണ്ട്, കീറലുകളുണ്ട്. നിന്റെ ജീവിതത്തിലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ, നാം നിസ്സാരമെന്ന് കരുതുന്ന പല വിഷയങ്ങളിലും നിന്റെ വലയ്ക്ക് കിഴുത്തകളുണ്ട്. ഹല്ലേലൂയ. വലയിൽ മൊത്തം കിഴുത്തകളാ. എന്നാലും പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന അതിന്റെ ആകാര വടിവിനെ ാളുപരിയായി വലിയ വലിയ കിഴുത്തകൾ. മീനുകൾ പലപ്പോഴും അതിൽ കയറുന്നുണ്ട്. അതേപോലെ കയറുന്നതുപോലെ ഇറങ്ങിപ്പോകുന്നു. പല നന്മകളും പലപ്പോഴും അങ്ങനെ നമ്മുടെ കയ്യിലെത്തി, നാം വാങ്ങിക്കാൻ പോകുകയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോകുന്ന ഒരവസ്ഥ. ചില ജോലികൾ, ചില പ്രൊമോഷനുകൾ, നമ്മുടെ ജീവിതത്തിൽ ചില യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ശത്രുവായവന് അതിനെ വലിയ കിഴുത്തകൾ ഉണ്ടാക്കിയിട്ട് അതിൽ കയറിയ നന്മകൾ നഷ്ടപ്പെടുത്തി കളയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ അത് പൂർത്തിയാവും. ദൈന്യതയോടെ പറയാ, കർത്താവേ, ഞാൻ പാവിയാണപ്പാ. എന്റെ ഞാൻ പൂർണ്ണതയുള്ളവളല്ല. എന്നിൽ കിഴുത്തകൾ ധാരാളം ഉണ്ടപ്പച്ച. ഈ ലോകത്തിന്റെ കിഴുത്തകൾ, ഈ ലോകത്തിൻ്റെതായ പല വിധത്തിലുള്ള അശുദ്ധികൾ. ഒരു ചെറിയ കരടുണ്ടെങ്കിൽ പോലും അതിൽ മീൻ കയറുകയില്ല. ഹല്ലേലൂയ. ഇന്നലകളിൽ വീശിയത് ഇതിൽ കയറിയിട്ട് പോയതാണ്. യേശു കർത്താവ് പറയുക, ശിമോനെ, നിന്റെ വലയുടെ കേടുപാടുകൾ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കാതുകളിൽ മുഴങ്ങുകയാ. കുഞ്ഞെ, നിന്റെ ബലഹീനത എനിക്കറിയാന്നേ. നീ എത്രമാത്രം ബലഹീനനാണെന്ന് എനിക്കറിയാം. നിന്നിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്കറിയാം. എന്റെ കുഞ്ഞെ, നിന്നെ നന്നായി അറിയുന്ന ദൈവമാണ്. നിന്റെ ബലഹീനതകൾ എനിക്കറിയാം, പടുപ്പറിയാം. നീ നിൽക്കുന്ന കുടുംബ മഹിമകൾ എനിക്കറിയാം. അതുകൊണ്ടാ നിന്റെ ബലഹീനതയോടി നിന്റെ അടുത്തേക്ക് വന്നത്. നീ അവിടെ ഒഴിഞ്ഞു മാറി ആരും ശ്രദ്ധിക്കാതിരുന്നപ്പോൾ നിന്റെ അടുക്കിലേക്ക് വന്ന് എന്താണെന്ന് ചോദിച്ചത്. പലപ്പോഴും മനുഷ്യരൊക്കെ മാറിപ്പോകും. നമ്മെ ചേർത്ത് നിർത്തി, എന്താ മോനെ, ആ ഒരു വാക്കിൽ പലപ്പോഴും മെഴുകുതിരി ഉരുകുന്നത് പോലെ നാം ആശിക്കാറുണ്ട്. എന്നെ ഒന്ന് ചേർത്ത് നിർത്തിയെങ്കിൽ, എന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നെങ്കിൽ, എന്റെ ആവശ്യങ്ങളൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ അവൻ ചെയ്യുന്ന ഒരേ നസ്രേനായ യേശു. അവനെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ? അവന്റെ മാറിടത്തിൽ ഒന്ന് ചാരാമോ? ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് നമ്മുടെ മൺകൂടാരങ്ങളുടെ മേലൊന്ന് പകരട്ടെ. നമ്മുടെ ആശ ലോകത്തിലല്ല. ഉരാധന നമ്മെ നന്നായി അറിയുന്ന ദൈവത്തിന്റെ പാദവിടെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് പറയാം. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, പലതും നഷ്ടപ്പെടുത്തിയത് ഹല്ലേലൂയ നിന്റെ വിള്ളലുകളിലൂടെ, പലതും നഷ്ടപ്പെടുത്തിയത് നിന്റെ ബലഹീനതയാകുമോ? എന്നാൽ അത് കൃപ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്, ദയ കൊണ്ട് മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒന്ന് മാത്രം, അപ്പ എന്റെ പരാജയം ഒന്ന് സമ്മതിക്കണം. ദൈവത്തോട് കൂടെ നടന്നിട്ടും പല ബലഹീനതകളും ശിമോന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ശിമോന്റെ വല നിറയുക. നമ്മുടെ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുകയാണ്, ആ വല നിറഞ്ഞു. ദൈവത്തിന്റെ വാക്ക് കേട്ട് ആഴത്തിലേക്ക് വലയെറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവന്റെ വല നിറയുകയാണ്. മീൻ കൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവൻ മറ്റേ പടകുകളിലെ കൂട്ടാളികളെ, നിങ്ങളും കൂടെ വാ എന്ന് വിളിച്ചിട്ട് പറയുക,
പറയുകയാണ് അവിടെ അടുത്ത വാക്ക്, നാം അതുവരെ എന്താ പറഞ്ഞ, നിലവിളിച്ചു. അതുവരെ നാം നിലവിളിച്ചിട്ട് ദൈവത്തിനോട് പറയുക, അപ്പാ രാത്രി മുഴുവൻ നമ്മുടെ പരാജയം അമ്പെ അങ്ങ് സമ്മതിച്ചു, അവനെ കെട്ടിപ്പിടിച്ചു, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവസ്ഥാനത്തിൽ പറഞ്ഞിട്ട് പറയുക, അപ്പാ ഹാലലൂയ എന്റെ പടക് നിറഞ്ഞിരിക്കുകയാണ്. ഹാലലൂയ. മറ്റു കൂട്ടാളികളെ വിളിച്ചിട്ട് പറയുക, അപ്പോഴാ അവന് ബോധോദയുണ്ട്. അല്ല, ഹാലലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ് ചില നന്മകൾ പ്രാപിക്കുമ്പോൾ നാം എന്ത് ചെയ്യും? ദൈവത്തെ അല്പം ഒന്ന് മാറ്റി നിർത്തും. അവൻ പറയുക, ഹാലലൂയ, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാ. അതിന്റെ അടുത്ത വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചേ. ഞാൻ പാപിയായ ഒരു മനുഷ്യനാ, അതുകൊണ്ട് എന്നെ വിട്ടങ്ങ് മാറണം. അതിന് നമുക്ക് രണ്ടർത്ഥങ്ങൾ കാണാം. കർത്താവേ, നീ ഒന്ന് മാറിയതായിരുന്നെങ്കിൽ ആ നിൽക്കുന്ന സ്ഥലത്തും കൂടെ കുറച്ച് മീനേയും കൂടെ ഇടായിരുന്നു. അതാ മനുഷ്യൻ. ദൈവത്തെ ഓർക്കാതെ, നമ്മെ നടത്തിയ ദൈവത്തെ ഓർക്കാതെ നീ ഒന്ന് മാറിയെങ്കിൽ അത്രേ സ്ഥലം കൂടെ എനിക്ക് ഫുൾഫിൽ ആക്കാമായിരുന്നു. ഹാലലൂയ. രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞ, അപ്പാ നിന്റെ മുമ്പിൽ ഞാൻ ഏതുമില്ല കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞാൻ താഴുകയാ, അതുകൊണ്ട് എന്നെ വിട്ടിട്ടൊന്ന് പോകണം. എന്നാൽ കർത്താവ് പറയാ, ശിമോനെ, ഞാനിപ്പോ ഈ സമയമില്ലാത്ത സമയത്ത് നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാന്നറിയാമോ? ഹാലലൂയ, നിന്നെ വിട്ടിട്ട് പോകാനല്ല. ഈ ദിവസങ്ങളിലായി നിങ്ങളുടെ ഹാലലൂയ മുമ്പിൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇടപെടുന്നത് നിങ്ങളെ വിടാനല്ല, നിങ്ങളെ തള്ളിക്കളയാനല്ല. പിന്നെയോ ഹാലലൂയ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ, അതിന്റെ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, ഞാൻ നിന്നെ ഹാലലൂയ ഇതുവരെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ശിമോനെ, നീ ഇതുവരെയൊക്കെ അധ്വാനിച്ചു, നീ മീനെ പിടിച്ചു, നീ ഉപജീവിച്ചു. എന്നാൽ ഞാൻ കടന്നു, നീ വലിയൊരു വലയുമായിട്ടാ കടന്നു പോയത്. എന്നാൽ ഞാനും ഒരു വലയുമായി കർത്താവ് പറയുക വന്നത്. നീ ഹാലലൂയ മീനെ പിടിക്കുന്ന വലയുമായി വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം വന്നത് സ്വർഗരാജ്യത്തിന് അനവധി പേരെ അവകാശികളാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ വലയുമായിട്ട് ഇറങ്ങി. നീ ആ വലയിൽ അകപ്പെടാത്തോളം കാലം, നീ ദൈവത്തിന്റെ വാക്കിനെ കീഴ്പ്പെടാത്തോളത്തോളം കാലം, നീ ദൈവത്തിന്റെ സന്നിധിയിൽ സറണ്ടർ ആകുന്നത് വരെ നിന്റെ ജീവിതത്തിൽ വിള്ളലുകൾ സംഭവിക്കും, നിന്റെ ജീവിതത്തിൽ ശൂന്യതകൾ സംഭവിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം ഹാലലൂയ ആ വലയിൽ നിനക്കൊന്ന് കുരുങ്ങുവാൻ സാധിക്കുമോ? അപ്പ അനുസരണയുള്ള മീനെ പോലെ ഹാലലൂയ ഹാലലൂയ ശിമോൻ പത്രോസിനെ കുടുക്കിയത് നിങ്ങൾ കണ്ടോ? കുടുക്കിയതെന്ന് പറയുമ്പോൾ ആത്മീയാർത്ഥം മാത്രമേ നിങ്ങൾ കണക്കാക്കാവൂ. ഹാലലൂയ അവനൊന്നും കിട്ടാതെ ഹാലലൂയ നിരാശയിലാണ്ടപ്പോൾ, അയ്യോ യഹോവേ എന്നെ വിടുവിക്കണമേ എന്ന് പറയുവാറ് അവൻ ദൈവത്തോട് തന്റെ ജീവിതം നിരത്തി. ഒന്നുമില്ലപ്പാ, എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല, എനിക്ക് പണമുണ്ട്, പ്രതാപമുണ്ട്, ഞാൻ ആരാ, ഇവിടുത്തെ മുക്കുവനാ. എങ്കിലും അവന് പോലും തെറ്റിയെങ്കില് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവേ, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, എന്നാൽ സകലോ സാധിക്കും. നിനക്കൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്ന അപ്പച്ച, നിനക്ക് സകലത് സാധിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ വലയിൽ കുടുങ്ങുന്നത് വരെ നിന്റെ ശൂന്യത അങ്ങനെ തന്നെ നിൽക്കും. നിന്റെ ഹാലലൂയ നാം പലപ്പോഴും ചോദിക്കാറുണ്ട്, കർത്താവേ എന്റെ ഭൗതിക വിഷയം. ചില ഭൗതിക വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്. എന്തുവാ കയ്യിൽ സേവ് ചെയ്യുവാൻ ഉണ്ടായിട്ടും ഹാലലൂയ ഹാലലൂയ അത് ഒന്ന് സേവ് ചെയ്ത് ഒരു കരയിൽ എത്തിച്ചേരുവാൻ സാധിക്കാത്ത വിധത്തിൽ ഉഴലുന്നവരുണ്ട്, അലയുന്നവരുണ്ട്. യാക്കോബ് അലഞ്ഞതുപോലെ വലയുന്നത് വല്ലാതെ ചക്കയുടെ ഹാലലൂയ കുഴയുന്ന അവസ്ഥയിൽ അകപ്പെട്ടതുപോലെ രക്ഷപ്പെടുവാൻ കഴിയാത്ത ചിലത് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തപ്പെടാമോ? നിന്നെ ഉയർത്തുവാൻ, നിന്നെ രക്ഷപ്പെടുത്തുവാൻ ഹാലലൂയ ദൈവത്തിന്റെ കരം നിന്റെ മേൽ ചലിക്കുകയാണ്. നിന്നെ സൂക്ഷിച്ച് നിന്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാ. കുഞ്ഞെ, നീ ഒന്ന് മടങ്ങി വാ. നിങ്ങൾ വിചാരിക്കും, എന്താ എന്നോട് ഇതൊക്കെ പറയുന്നേ? ഞങ്ങൾ കഴിഞ്ഞ 35 ദിവസമായിട്ട് ദൈവസന്നിധിയില. ശൈനി ആന്റി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഇത് പറയേണ്ട കാര്യം അല്ല. ഹാലലൂയ. ചെറിയ സുഷിരം കഴിഞ്ഞ നാളുകളിൽ നിനക്ക് ആവശ്യമുള്ള സുഷിരമായിരുന്നു. എന്നാൽ ചിലത് വലിഞ്ഞു പോയി, ചിലത് കേറാതെ വണ്ണം അഭിഷേകത്തിന്റെ പ്രാർത്ഥനയുടെ കൂടെ നിന്റെ മേൽ പതിച്ചിരിക്കുന്ന ചില ഹാലലൂയ ഹാലലൂയ
ക്രമീകരണങ്ങൾ ഉള്ളിൽ കയറാതെ ശത്രുവായവൻ നിന്റെ ബുദ്ധിയെ മറിച്ചു കളയുന്നത് പോലെ, ദൈവത്തെ അല്പം മാറ്റി നിർത്തുന്നത് പോലെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വാ. അപ്പന്റെ സന്നിധിയിൽ ഒന്ന് സറണ്ടർ ആകുക. അപ്പനോട് കാര്യങ്ങൾ പറയുക. നിന്നെ ഈ ദിവസങ്ങളിൽ നീ ആയിരിക്കുന്നത് നിന്നെ ഉടയ്ക്കാനല്ല, പിന്നെയോ പണിതെടുക്കുവാൻ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഹാലലൂയ, ആ കുശവന്റെ പണിശാലയിലേക്കൂട്ട് നീ ആ കുശവന്റെ കയ്യിൽ ഒന്നിടിക്ക്. ഹാലലൂയ, നീ പണിയപ്പെടുന്ന കർത്താവിന്റെ കയ്യിൽ ഇണങ്ങിയ ആയുധം പോലെ ആയി തീർന്നാൽ അവൻ നിന്നെ പണിയും, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും. ഹാലലൂയ. ഇവിടെ പറയുകയാണ്, ശിമോനോട് പറയുക, ഞാൻ നിന്നെ വിടത്തില്ല, കാരണം ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അതിനു വേണ്ടിയാ ഞാൻ നിന്നെ കുരുക്കിയത്. അതിലൊരു ടൈമും പറയുന്നുണ്ട്, ഇന്നു മുതൽ ഹാലലൂയ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഹാലലൂയ. ആഴമേറിയ ഒരു പ്രവചന ദൂത് സൃഷ്ടാവ് വന്ന് അടുത്ത് വന്ന് പറയുകയാണ്. ഇന്നു മുതൽ എന്ന് പറഞ്ഞിട്ട് ശീമോൻ അന്ന് പിടിച്ചില്ല, ഒരാഴ്ച കഴിഞ്ഞ് പിടിച്ചില്ല, പിന്നെയോ 3.5 വർഷം അവൻ മനുഷ്യനെ പിടിക്കാത്തവനായി തീർന്നു. 3.5 വർഷം നിന്റെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ ഡിലേ വന്നതിന്റെ കാരണം എന്താ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിന്റെ അനുസരണക്കേട്. നിന്നിൽ ഏൽപ്പിച്ച കൃപാവരങ്ങൾ നീ നന്നായി വ്യാപാരം ചെയ്യാത്തത് കൊണ്ടാ. നിന്നോട് എന്നാ പറഞ്ഞത്? ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നമ്മോടും ചില ടൈമുകൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. നാം പറയുക, എവിടെ എന്റെ വാഗ്ദത്തം? ഇത്ര നാൾ ഞാൻ ഉപവസിച്ചു, ഇത്ര നാൾ ഞാൻ ദൈവനാമത്തിന് വേണ്ടി നിന്നു, എവിടെ എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, എന്റെ അവസ്ഥകൾ എവിടെ കർത്താവേ എന്ന് കൈ മലർത്തുന്നതോടൊപ്പം ഹാലലൂയ അതിനെന്തുകൊണ്ട് 3.5 വർഷം ഡിലേ ആയി? ഹാലലൂയ പിടിച്ചു തന്നെ. ഹാലലൂയ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ഹാലലൂയ അവൻ എവിടാ 3.5 വർഷം കഴിഞ്ഞിട്ട് മനുഷ്യനെ പിടിക്കുവാൻ ഇടയായി. എവിടെയാ? മർക്കോസിന്റെ മാളിക മുറിയിൽ. ഹാലലൂയ 3000 പേര് തന്റെ ശുശ്രൂഷയിൽ നേടിയെടുപ്പാൻ ഇടയായി തീർന്നു. അപ്പോൾ ഇന്നു മുതൽ എന്ന് കർത്താവ് പറഞ്ഞത് നാം ചിന്തിക്കും, ആരാ വന്നിന്ന് പ്രവചനം പറഞ്ഞത്? നിന്നോട് പറഞ്ഞത് ഞാനല്ല. ഹാലലൂയ ശിമോനോട് മുമ്പിൽ വന്ന് നിന്ന് നമ്മുടെ കർത്താവ്, നമ്മുടെ തമ്പുരാൻ പറയുകയാ, ഞാൻ ഇന്നു മുതൽ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കേ, ദൈവം പറഞ്ഞ കാര്യം തെറ്റിപ്പോയോ? ഇല്ല, ഒരിക്കലും തെറ്റിയില്ല. എന്നാൽ പ്രാപിക്കുന്നവൻ തെറ്റിപ്പോയി. ദൈവത്തിന്റെ ദൂത് തെറ്റുമോ? ഇല്ല. പറഞ്ഞ് പ്രാപിക്കുന്ന നാം തെറ്റിപ്പോയത് കൊണ്ടാ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ സാധിക്കാത്തത്. 3.5 വർഷം വൈകാൻ 5 കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാ അവന്റെ ജീവിതത്തിൽ ചില ഹാലലൂയ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാത്തതെന്ന് ചോദിച്ചാൽ വെറുതെ അല്ല. നിന്റെ ജീവിതത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. പ്രവാചകൻ ഹാലലൂയ പലപ്പോഴും നാം പ്രവചനമൊക്കെ കേൾക്കും. പ്രവചനം കേൾക്കുന്നത് നല്ലതാന്നേ. ഹാലലൂയ പ്രവചനം കേട്ടാൽ കേൾക്കുന്നത് അത് നമ്മുടെ മൂലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല. എന്നാൽ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില തീച്ചുളകൾ വരും. നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തത്ര വേദനകൾ, നിരാശകൾ വരും. പോട്ടെ, നീ ഒരു തികഞ്ഞ പ്രാർത്ഥനക്കാരിയാണെങ്കിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത നിമിഷങ്ങൾ, അന്ന് വരെ നമ്മോട് സംസാരിക്കാത്തവർ വരും. എന്തിനാ? കുശലം പറയാൻ. എന്താ കാരണം? നിന്റെ പ്രാർത്ഥന മുടക്കിക്കളയുവാൻ. നീ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നിന്നെ മുടക്കുവാൻ ഒത്തിരി സ്നേഹിതർ വരും. കാരണം എന്താ? നിന്നിലുള്ള വിളി നഷ്ടപ്പെടുത്തി കളയുവാൻ. ഹാലലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവവചനം, വാഗ്ദത്തം, ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ, അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ അപ്പാ നീ കൃപ തരണേ, നീ കൃപ തരണേ. ദൈവത്തിന്റെ കൃപ മതി നമുക്ക് നിലകൊള്ളുവാൻ. പണമോ പ്രതാപമോ ഒന്നും വേണ്ട. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ നമുക്കെതിരെയുള്ള രേഖ പോലും നമുക്ക് അനുകൂലമാക്കുന്ന ഒരു ദൈവമാ ഉള്ളത്. അതുകൊണ്ട് ഹാലലൂയ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത്, ചില വാഗ്ദത്തങ്ങൾ നമ്മോട് പറയും. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് ഭയങ്കര സന്തോഷങ്ങൾ. നമ്മൾ പറയും, കുഞ്ഞേ നമ്മൾ ആരാ? ഹാലലൂയ നമ്മൾ പ്രീ ഡിഗ്രി വരെ പഠിച്ച് ഇരിക്കുന്നവരാ, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരാ. പക്ഷെ നമ്മുടെ ചിന്ത എന്താണെന്നറിയോ? നമ്മുടെ കുഞ്ഞുങ്ങള് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, വലിയ കളക്ടർ ആകണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും, കുഞ്ഞെ നന്നായിട്ട് പഠിക്കണം കേട്ടോ, ഹാലലൂയ നീ ഒരു ഡോക്ടറായി കാണണമെന്ന് എന്റെ ആഗ്രഹമാണ്. എത്രയിലോ പഠിക്കുക? 4-ലോ 5-ലോ നേഴ്സറിയിലോ പഠിക്കുന്ന കുട്ടിയോടാ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അവൻ നാളെ മുതല് ഹാലലൂയ എന്നോടുള്ള വാഗ്ദത്തമല്ലേ എന്നും പറഞ്ഞ് ഒരു സ്റ്റെപ്പ് എടുത്തോണ്ട് നമ്മുടെ കൂടെ നടന്നാൽ അത് വാഗ്ദത്തമാണോ? അത് ശരിയാണോ?
അല്ല. എന്നാൽ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, മൗനമായി ദൈവാത്മാവ് പറയുന്നത്, കുഞ്ഞെ നീ ഇപ്പോൾ പഠിക്കുന്നത് പോലെയല്ല, നീ പഠിക്കണം, നീ കഷ്ടപ്പെടണം, ഉയരണം. ഉയർന്ന് ഹല്ലേലൂയ ഞാൻ അനുസരിക്കുന്ന പാന്താവിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പിന്നെയും 6 വർഷം നീ പഠിക്കണം. എങ്കിൽ മാത്രമേ നീ ഒരു ഡോക്ടർ ആകുകയുള്ളൂ. ഹല്ലേലൂയ, ഓരോ ചുവട് വെക്കുവാനും ഹല്ലേലൂയ, പ്രവചനം കേൾക്കുന്ന നല്ല കാര്യമാ. അതിലേക്ക് ചുവട് വെക്കുന്ന കാര്യം പ്രയാസമുള്ളതാ. ഹല്ലേലൂയ, അതുകൊണ്ട് ദൈവം പറഞ്ഞ ദൂത് അതിനനുസരിച്ച് ഹല്ലേലൂയ അത് പ്രാപിക്കുന്നുവെങ്കിൽ അതിൽ ഡിലേ വരികയില്ല. എന്നാൽ ഡിലേ വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 33-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 33-ാം വാക്യം. അവൻ അവനോട്, കർത്താവേ, ഞാൻ നിന്നോട് കൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതൊന്ന് വായിക്കാൻ വേണ്ടിയാണ് നമുക്ക്. ഞാൻ നിന്നോട്, ആര് പറയുക? ശീമോൻ പറയുകയാണ്, ദൈവത്തിന്റെ അടുത്ത് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ്. അതിനവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ മുകളിലത്തെ വാക്യം നാം വായിക്കുമ്പോ ഇങ്ങനെ പറയും, യേശു കർത്താവ് ഇവനെ എടുത്തു ചാടി സംസാരിച്ചു. അതിന്റെ വെളിച്ചത്തിൽ അവൻ പറയുകയാണ്, ശിമോനെ, നിനക്കെന്നെ അറിയത്തില്ല. കാരണം എന്തെന്നറിയാമോ? അതിന്റെ മുമ്പത്തെ വാക്യത്തിൽ പറയുക, ഗോതമ്പ് പാറ്റുന്നത് പോലെ ഹല്ലേലൂയ നിന്നെ പാറ്റുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ശത്രു എന്നോട് ചോദിച്ചതാ. ഹല്ലേലൂയ ഹല്ലേലൂയ, ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് കൽപ്പിച്ച് ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകുമെന്ന് വിചാരിച്ച് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞ് വന്ന ശേഷം നിന്റെ സഹോദരന്മാരോട് കൂടെ അവരെ വന്ന് നീ ധൈര്യപ്പെടുത്തണം. അവിടെ പറയുകയാണ് ഹല്ലേലൂയ, അവൻ വലിയ കാര്യത്തിൽ പറയുക, കുഞ്ഞെ നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞോണ്ടേ. ഇല്ല കർത്താവേ, ഞാൻ നിന്റെ കൂടെ മരിപ്പാനും. പലപ്പോഴും നാമും അങ്ങനെ പറയുന്ന കാര്യം ഗ്രഹിക്കുന്നതിന് മുന്നമേ അതിനു മുമ്പിൽ നടന്ന കാര്യങ്ങൾ ഓർക്കാതെ നിന്നെ പാറ്റുവാൻ ശത്രുവാഹവൻ കൽപ്പിച്ചതാ. എന്നാൽ എന്റെ കുഞ്ഞിന്റെ വിശ്വാസം പോകുവോ? പല കാര്യങ്ങളും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തത് നിങ്ങളുടെ തലയിൽ വെച്ച് തരുന്ന ദൈവമല്ല, നിങ്ങൾക്ക് സഹിപ്പാനുള്ളത് മാത്രമേ തരികയുള്ളൂ. കാരണം എന്താ? എന്റെ കുഞ്ഞ് വിശ്വാസത്തിൽ നിന്ന് വീണു പോകുമോ? എന്റെ കുഞ്ഞ് ഹല്ലേലൂയ അവൾ മാറിപ്പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ ഇരിക്കും. എന്നാൽ എടുത്തു ചാടി പറയുന്ന ചുവട് ഹല്ലേലൂയ പറയുകയാണ്, കർത്താവേ, അതിൽ 31-ൽ പറയുന്നത് പോലെ ഹല്ലേലൂയ നമ്മളെ പാറ്റുന്നത് പോലെ ശത്രു പലപ്പോഴും നമ്മെ ചോദിക്കാറുണ്ട്. ദൈവിക ആലോചനയ്ക്ക് കീഴ്പ്പെടുന്നതിന് പകരം അവൻ ദൈവത്തോട് പറയുക, ഹല്ലേലൂയ, സ്വയത്തിൽ അവൻ കീഴ്പ്പെട്ടു. ഹല്ലേലൂയ, ആത്മീയർ എന്ന് പറയുന്ന നാമും നിയന്ത്രിക്കുന്നത് സ്വയത്തിലാണ്. ഹല്ലേലൂയ, ഞാൻ എന്ന ഭാവം പലപ്പോഴും നമുക്കുമുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഞാനൊന്ന് പ്രസംഗിച്ചാൽ ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ പുറമേ താഴ്മയൊക്കെ കാണിക്കുമെങ്കിലും ഇന്ന് പകൽക്കാലം നമ്മുടെ മനസ്സിൽ താഴ്മയുണ്ടായിരിക്കണം. ദൈവത്തോട് പറയാം, അപ്പാ, ഞാൻ നിന്റെ കൂടെ നടന്നതാ, പ്രാർത്ഥിച്ചതാ, ഇരുന്നതാ, നിന്റെ സന്നിധിയിലേക്ക് എന്നെ ഒന്ന് താഴ്ത്തണമേ. ശീമോൻ പറഞ്ഞതുപോലെ പറയരുതേ. ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനറിയാം എന്റെ കുഞ്ഞ് താഴ്ന്നു പോകും, അവൻ മാറിപ്പോകും. എന്നാൽ സ്വയത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അതാണ് യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്. യോബിനെ നമുക്കറിയാം. എങ്ങനാ പറയുന്നത്? യഹോവ ഭക്തനായ ഒരു മനുഷ്യനാ. ആ മനുഷ്യനെ കുറിച്ച് ഹല്ലേലൂയ പറയാണ്, അദ്ദേഹം എത്ര വർഷം, 60 വർഷത്തിലധികം പ്രശ്നത്തിന്റെ ഉള്ളിൽ, പ്രശ്നം അദ്ദേഹത്തിന്റെ തലയ്ക്ക് മീതെ കടന്നുപോയി. സകലതും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, എല്ലാം ഹല്ലേലൂയ, രോഗം അവനെ കടന്നു പിടിച്ചു. ഹല്ലേലൂയ, എന്തുകൊണ്ടാ 60 വർഷത്തിലധികം അവൻ കാത്തിരിക്കേണ്ടി വന്നത്? എന്താണെന്നറിയാമോ? യോബിന്റെ പുസ്തകം 32-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. അതിൽ പറയുന്നത്, ഞാൻ നീതിമാനെന്ന് അവന് തന്നെ അങ്ങ് തോന്നിപ്പോയി. ഹല്ലേലൂയ, യോബിന് തോന്നി ഞാൻ നീതിമാനാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. എന്നാൽ യോബ് സമർപ്പിച്ചോ എന്ന് നമുക്ക് ചോദിക്കാം. യോബ് സമർപ്പിച്ചു. എവിടാന്നറിയാമോ? 42-ന്റെ 3-ാം വാക്യത്തിൽ യോബ് സമർപ്പിച്ചു. അറിഞ്ഞുകൂടാതെ വണ്ണം ആലോചനയെ മറിച്ചു കളയുന്നവനിവിനാർ, ആര് എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ
പറഞ്ഞുപോയി കർത്താവേ, എനിക്ക് കഴിയില്ല കർത്താവേ. ഹല്ലേലൂയ. ദൈവത്താൽ സകലവും സാധിക്കും. അവൻ പറയുകയാണ്, യോബ് പറയാ, ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി കർത്താവേ. നീ എന്നോട് ഇന്ന് പകൽക്കാലം നമുക്ക് സമർപ്പിക്കാം. നിസ്സാര വാക്കിലാണോ എന്റെ കുഞ്ഞുങ്ങളുടെ നന്മ ഹല്ലേലൂയ ഇല്ലാതായി പോയത്? നിസ്സാര കാര്യത്തിലാണോ ഞാൻ വീണു പോയത്? നമുക്ക് സമർപ്പിക്കാം. ആരുടെ കുറവ്, എന്റെ കുടുംബത്തിന്റെ കുറവ്, എന്റെ സമർപ്പണം ഇല്ലായ്മ മൂലം ഉണ്ടാകരുത്. അതുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അവിടെ ഒരു മനുഷ്യൻ, ഇവിടെ നീതിമാനായ യോബിന് തോന്നി, അവൻ സമർപ്പിക്കപ്പെട്ടു, ദൈവം തിരിച്ചവന്റെ നന്മകളെല്ലാം തിരികെ കൊടുത്തു. വേറൊരു മനുഷ്യൻ പറയുകയാണ്, അയ്യോ ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. ആരാ? ദാവീദ് പറയുക. എത്ര നല്ല മനുഷ്യൻ. ഹല്ലേലൂയ. 70 സങ്കീർത്തനം ചമച്ചിട്ടുണ്ട്. 73 സങ്കീർത്തനങ്ങൾ അദ്ദേഹം ചമച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ആലയം പണികൾക്ക് പണം വാരി വിതറി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ദൈവനാമത്തിന് കൊടുത്തു. ഇന്നത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 460 കോടി, ഏകദേശം 460 കോടി രൂപ ചെലവഴിച്ച ഹല്ലേലൂയ ദാവീദ് പറയുക, അയ്യോ ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. ഈ മനുഷ്യൻ ആ നിയമപ്പെട്ടകത്തിന്റെ മുൻപാകെ ഓടിയും തുള്ളിയും ദൈവത്തെ സ്തുതിച്ചത്. നാം എങ്ങനെയാണ് ദൈവനാമത്തിന് കൊടുക്കുവാൻ വല്ലതുമുണ്ടെങ്കിൽ ഇതൊക്കെ പറയുന്നത് എന്തിനാ? ഒന്ന് താഴുവാൻ, ഒന്ന് സമർപ്പിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. അത്രയും കൊടുത്ത മനുഷ്യൻ പിന്നെയും പറയുക, ഞാൻ എളിയവനാ കർത്താവേ, ഞാൻ ഒന്നുമില്ലാത്തവനാ, ഞാൻ നിന്റെ സന്നിധിയില് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാ കർത്താവേ അവൻ അങ്ങനൊക്കെ പറഞ്ഞപ്പോൾ ദാവീദിനെ നിനക്ക് ഇഷ്ടപ്പെട്ടത്? അപ്പോസ്തലപ്രവൃത്തി 13:22 പറയുന്നു, അവൻ എനിക്ക് എന്റെ ഹിതമെല്ലാം ചെയ്യുന്നവനാ. ഹല്ലേലൂയ. ദാവീദിനെ കൊട്ടാരത്തിലേക്ക് വിട്ടാലുണ്ടല്ലോ, ഇപ്പൊ അവ എവിടാ? കാട്ടില ഞെരുങ്ങി. ഹല്ലേലൂയ. ആടിന്റെ കൂടെ ഹല്ലേലൂയ ഇരിക്കുകയും കിടക്കുകയും ഒരു പക്ഷേ എന്നും കുളിച്ചില്ലെന്നൊക്കെ വന്നേക്കാം. എന്നാൽ എന്റെ മകനെ ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ എന്താ കർത്താവേ നീ നോക്കിയത്? ഡിഗ്രിയാണോ? അവന്റെ പഠിപ്പാണോ? അവന്റെ സൗന്ദര്യമാണോ? അല്ല, അവൻ എനിക്ക് ബോധിച്ചു. എനിക്ക് അവനെ നന്നായിട്ടങ്ങ് ബോധിച്ചു. കാരണം ഹല്ലേലൂയ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഹല്ലേലൂയ ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ ചെയ്യുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അവൻ കാട്ടിൽ ഞെരുങ്ങി അവനെ കൊട്ടാരത്തിൽ ഏൽപ്പിച്ചാൽ അവൻ എന്റെ ഇഷ്ടമൊക്കെയും ചെയ്യും. തമ്പുരാൻ അറിയാം ചിലത് നിനക്ക് നൽകാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ചിലത് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട്. നാം ഒന്ന് കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് ചിന്തിച്ചേ. കൊറോണ വന്ന് എത്രയോ പേര് മരണം, നമ്മുടെ ബന്ധുക്കള്, പാസ്റ്റേഴ്സ്, എത്രയോ പേര് ഹല്ലേലൂയ നഷ്ടപ്പെട്ടു. എന്നാൽ നീ ഇന്ന് നിലനിൽക്കുന്നത് എന്താ? അന്ന് കൊറോണ വന്നിട്ടും നീ മരിച്ചില്ലല്ലോ. ദൈവം നിന്നെ സൂക്ഷിച്ചത് കൊണ്ടല്ലേ. അവന് ഇഷ്ടമുള്ളത് ചെയ്യാനാ. ചില ദുഃഖങ്ങൾ നിന്റെ സന്നിധി വന്നാലേ വലിയൊരു ഉദ്യോഗം കിട്ടിയ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുവാൻ സാധിക്കൂ. ചിലത് ദൈവം തരാത്തത് നീ ദൈവസന്നിധിയിൽ വരികയില്ല എന്നുള്ളത് കൊണ്ട് ഹല്ലേലൂയ നീ ദൈവത്തോട് അടുത്ത് വരികയുള്ളൂ. ഉയർത്തും തോറും ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇല്ല, ദൈവം ആഗ്രഹിച്ചത്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വേല ചെയ്യുന്ന പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, ലഭിച്ചു എന്നോ തികഞ്ഞവനായോ എന്നല്ല, ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കത് പിടിക്കാമോ എന്ന് ഞാൻ വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഈ പറയുന്ന ആളാരാ? 9-ൽ പരം കൃപാവരങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്നത്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ. ഇതെല്ലാം ഉള്ള പൗലോസ് പറയുക, പ്രാപിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ താഴ്മയുള്ളവർക്ക് അധികം കൃപ കൊടുക്കുന്ന ദൈവമാണ് അവൻ. ഉന്നതനെ ഹല്ലേലൂയ താഴ്മയുള്ളവനെ കടാക്ഷിച്ച് അവനെ ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്കൊന്ന് സമ്മതിക്കാമോ? വ്യക്തമായിട്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. അത് അത്ഭുതമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി. ലൂക്കോസ് 22:45 വാക്യത്തിൽ ഹല്ലേലൂയ അത് നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 45 വാക്യം. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടു. അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? Praise the Lord. Thank you, Andy. Hallelujah. അവിടെ പറയുന്ന അവൻ ഹല്ലേലൂയ കഴിഞ്ഞെഴുന്നേറ്റ്
പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരികയാണ്. വന്നപ്പോൾ മറ്റവരെന്ത് ചെയ്യുക? ക്ഷീണത്താല്, പലവിധമാകുന്ന ആ പ്രശ്നത്താല് അവരിരുന്ന് ഉറങ്ങുന്നത് കണ്ടിട്ട് പറയുകയാണ്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയാകിയാൽ തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറയാ. ദൈവം ഏൽപ്പിച്ച ഒരു കാര്യം, നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ച കാര്യം എന്തുവാ? നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മെ പറഞ്ഞ് ഏൽപ്പിച്ച വ്യക്തി അവിടെ ഇരുന്ന് ഉറങ്ങി. അവരെന്തിനാ വിളിച്ചോണ്ട് പോയത്? എന്നോടുകൂടെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നീയും എന്നോട് കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞെടുത്ത് ഇരുന്ന് ഉറങ്ങുന്നു. ശിമോൻ പത്രോസ് കർത്താവിന്റെ കൂടെ നടന്ന് പല കാര്യങ്ങളും ചെയ്തിരുന്നു. നമുക്കറിയാം, ദൈവം പറയാത്തതും പറഞ്ഞതും ആകെ ദൈവം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? നീ പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞു. എന്നാൽ ചില കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യുന്ന ഒരാളാണ് പത്രോസ്. അപ്പോൾ ചോദിക്കുക, ഇവിടെ കർത്താവ് പൊതുവിലാ പറഞ്ഞത്, ഹല്ലേലൂയ, നിങ്ങൾ ഉറങ്ങുന്നുവോ? ഹല്ലേലൂയ, നിങ്ങൾക്ക് പരീക്ഷ പുറകെ വരുന്നുണ്ട് മക്കളെ, നിങ്ങൾ ഉറങ്ങാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ലൂക്കോസിന്റെ സുവിശേഷമാണ് നാം വായിച്ചത്. മർക്കോസിലോട്ട് വരുമ്പോൾ 3 വട്ടം 2 പ്രാവശ്യം അവരോട് പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. എന്നാൽ 4ാമത്തെ പ്രാവശ്യം പറയുക, പത്രോസേ, ശിമോൻ പത്രോസേ, നീ ഉറങ്ങുന്നുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മിണ്ടാതെ ചെന്നിട്ട് ശിഷ്യന്മാരെല്ലാം കരയുമ്പോൾ, കാരണം അതിനൊരു കാരണമുണ്ട്. നീയും ഉറങ്ങുന്നു എന്ന് ചോദിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യരുതെന്ന് പറയുന്ന ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരാളാണ് ശിമോൻ പത്രോസ്. അതിന് കാരണം അവരെ ഹല്ലേലൂയ ആ പുരുഷാരം ദൈവവചനമൊക്കെ കേട്ടിട്ട് അവർ പടകിലേക്ക് കടന്നുപോയി. യേശു കർത്താവ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് പ്രതികൂലമായ ആ കാറ്റിന് പ്രതികൂലത ഏറി വന്നത്. കാറ്റ് ആടുവാനും ഉലയുവാനും തുടങ്ങി. അപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടെ കരയുകയാണ്. കരഞ്ഞിട്ട് പറയുക, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച് കരഞ്ഞപ്പോഴും, അങ്ങനെ പോയപ്പോഴും പത്രോസ് പറയുക, അപ്പാ, എനിക്ക് ഈ കടലിന് മീതെ ഒന്ന് നടന്നാൽ കൊള്ളാം. അങ്ങനെ പറഞ്ഞ്, നീ എന്നോട് കൂടെ വന്നവനല്ലേ പത്രോസേ, നിനക്ക് എങ്ങനെ ഉറങ്ങാൻ സാധിക്കും? നീ എന്നിൽ നിന്ന് ചില അത്ഭുതങ്ങൾ കണ്ടവനല്ലേ? മറുരൂപ മലയിൽ തേജസ്കരിക്കപ്പെട്ട എന്റെ രൂപം നീ കണ്ടതല്ലേ? കുടിലുണ്ടാക്കാമെന്ന് നീ പറഞ്ഞതല്ലേ? ആവശ്യപ്പെടാതെ നീ എല്ലാം എനിക്ക് വേണ്ടി ചെയ്ത് ഞാൻ ആരെന്ന വെളിപ്പാട് ശിഷ്യന്മാർക്കൊക്കെ പല വിധത്തിലുള്ള വെളിപ്പാട് ഉള്ളപ്പോഴും നീ ഹല്ലേലൂയ, ഞാൻ ആരെന്ന വെളിപ്പാട് നിന്നിൽ ഉണ്ടായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടത് പ്രാർത്ഥിക്കുവാനല്ലേ? നിന്നിൽ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ നീ ചെയ്തില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിശ്വസ്തത കാണിച്ചു. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനാ കഴിഞ്ഞ നാളുകളില് ഹല്ലേലൂയ കൂടെ നടന്ന്. കാരണം എന്താ? കുഞ്ഞെ, എനിക്കല്ല പരീക്ഷ, നിങ്ങൾക്കാ വരുന്നത്. കാരണം കൂടെ നടത്തി പ്രാർത്ഥന പഠിപ്പിച്ചു. ഇങ്ങനെ നിൽക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം, പ്രതികൂലം വരുമ്പോൾ പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മെ ധൈര്യപ്പെടുത്തിയവൻ ഇതാ വിടവാങ്ങുവാൻ പോകുകയാണ്. യേശു കർത്താവ് വിടവാങ്ങിയാൽ പിന്നീട് ശിക്ഷിക്കണം ഒറ്റയ്ക്ക. മറ്റുള്ളവരുടെ പിറുപിറുക്ക് കാണണം. എവിടെ നിന്റെ കർത്താവ്? ഹല്ലേലൂയ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം കാണണം. അതിന് പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രാർത്ഥിക്കുവാനാ കർത്താവ് പറഞ്ഞത്. കർത്താവിനെ കണ്ട് ഇറങ്ങിയപ്പോൾ എന്താ പ്രാർത്ഥനയായിരുന്നു നമ്മളൊക്കെ, ഇല്ലയോ? ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോയി. യേശുവിന്റെ നാമത്തിൽ നമുക്ക് നമ്മുടെ കൈകളെ വെച്ചിട്ട് പറയാം, അപ്പാ, പണ്ടത്തെ പ്രാർത്ഥന, തീപ്പൊരി പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ ഉണ്ടോ? അന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ പഠിച്ചു വെച്ച അതേ പ്രാർത്ഥന, രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്കൊന്ന് പ്രാർത്ഥിക്കും. എന്നാൽ നിന്റെ ഹൃദയം തുറന്ന് പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? കാരണം ഹല്ലേലൂയ, ആരും കേൾക്കാത്ത ചില വെളിപ്പാട് നീ കേട്ടതല്ലേ? ആരും കാണാത്തത്, ആരും അനുഭവിക്കാത്ത, നമ്മെ തന്നെ ദൈവകരങ്ങളൊന്ന് ഏൽപ്പിച്ചുകൂടാ. അപ്പാ, നീ എനിക്ക് തന്നത് ചിലത് ഞാൻ ചോദിച്ചു മേടിച്ചതാ, എന്നാൽ അല്ലാത്തത് ചിലത് തന്നു. എങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാതിരിക്കുവാൻ കഴിയും പ്രിയ ദൈവമക്കളെ? ഓ ഹല്ലേലൂയ. ആരോടും പറയാത്ത പ്രവചനമല്ലേ നിനക്ക് തന്നത്? ഇതൊക്കെ സ്വർഗരാജ്യത്തിന്
താക്കോൽ നിന്റെ കയ്യിൽ, ആരുടെ കയ്യിൽ? ഹാലലൂയ, പത്രോസിന്റെ കയ്യിൽ. അതുപോലെ നമ്മുടെ കയ്യിലും ഏൽപ്പിച്ചതാ. ചില താലന്തുകൾ ഹാലലൂയ ദൈവം നിനക്ക് തന്നില്ലേ? ചിലത് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞോ? ഹാലലൂയ, ഒന്ന് ഓർത്തു നോക്ക്, സമർപ്പിക്ക്. കുടുംബത്തോട് പല ഹാലലൂയ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന കുടുംബങ്ങളോട് പലർക്കും ജോലി നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു. ഹാലലൂയ, ഇന്നും നിൽക്കുന്നത് നിന്റെ കഴിവിലല്ല, കർത്താവിന്റെ ദയയിൽ മാത്രമാണ്. അത് നാം എപ്പോഴും ഓർക്കണം. ഹാലലൂയ, പരിശുദ്ധാത്മാവ് നമ്മെ നോക്കി പറയുകയാണ്, പ്രാർത്ഥന നിർത്തണ്ട കേട്ടോ. ആത്മാവിൽ പ്രാർത്ഥിക്ക്. ഹാലലൂയ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. പ്രാർത്ഥിക്കുന്നവനെ കർത്താവ് നന്നായിട്ട് അറിയും. നാമും അവരുമായിട്ടുള്ള ബന്ധം വളരെ ശൈലിയിലൊന്നും പറയണ്ട. കർത്താവേ ഒന്നും പറയണ്ട അപ്പാ, കേശവജ ഹാലലൂയ എന്റെ പ്രശ്നം ഇതാണെന്ന് ഒന്ന് പറഞ്ഞാൽ മതി. മൂന്നാമതായി അവനുണ്ടായ ബലഹീനത എന്താണെന്ന് അറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യം. അവന്റെ ബലഹീനതകളാ, അവനിൽ വന്ന കുറവുകളാ ഞാൻ പറയുന്നത്. അവന് ചില വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതിരുന്നത്. അവൻ അപ്പോഴും ആരുടെ നടക്കുന്നേ? ദൈവത്തോടു കൂടെ നടന്ന സമയത്താ കിടന്നുറങ്ങിയത്. പലപ്പോഴും നാമും അങ്ങനെ. ദൈവം നമ്മോട് പറയും, കുഞ്ഞെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്ക്, സമർപ്പിക്ക്, എന്നെ തന്നെയും ഞാൻ ഹാലലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഇവിടെ പറയാ. യോഹന്നാന്റെ സുവിശേഷം 18-10 പറയുക, ഇവിടെ ശീമോൻ പത്രോസിന്റെ വെളിപ്പാട് നഷ്ടമാകുകയാണ്. അവിടെ എന്താ സംഭവിച്ചത്? യോഹന്നാന്റെ സുവിശേഷം ഓടിച്ച് നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 18-10. ശിമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത് കാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മെൽക്കോസ് എന്ന് പേർ. ആമേൻ. ശീമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത് കാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്ന പേര്. ഇവിടെ എന്താ സംഭവിച്ചത്? ദൈവം നിനക്ക് തന്ന വെളിപ്പാട് നഷ്ടപ്പെട്ടു. ഞാൻ ആര്? ദൈവം വന്നത് എന്തിനാണ്? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ ശീമോൻ പത്രോസ് വെളിപ്പാട് നഷ്ടപ്പെട്ടു. നമുക്കും പലപ്പോഴും ലഭിച്ച ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അവനൊരു അന്ധനായി തീർന്നു. കാരണം എന്താ? ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഒരു കരണത്തടിക്കുന്നവന് മറു കർണം കൂടെ കാണിച്ചു കൊടുക്കണം, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മെ പഠിപ്പിച്ച കർത്താവിന് മുമ്പിൽ വെച്ച് കർത്താവിനെ ആരെയാ രക്ഷപ്പെടുത്താൻ പോയത്? സൃഷ്ടാവിനെ രക്ഷപ്പെടുത്താൻ പോയേക്കുക. എങ്ങനെ? ഒരു വാളും കൊണ്ട്. ഹാലലൂയ, അവന്റെ കയ്യിൽ കാണരുതാത്ത ഒന്നാണ് വാള്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിക്കുക. ആരും കാണാത്ത ചില വാളുകൾ നിങ്ങളുടെ ഉറയിലുണ്ടെന്നേ. സമ്മതിച്ചേ പറ്റൂ. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ചില ബന്ധങ്ങളിലൂടെ ഉടലെടുത്ത വാള് അത് നിന്നെ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റിക്കളയും. ഇവിടെ നോക്ക്, അവന്റെ കയ്യിൽ ഒരു വാളിരിക്കുകയാണ്. ആ വാളും കൊണ്ട് ഹാലലൂയ അവൻ നിൽക്കുന്നു. മൽക്കോസിന്റെ കാതറുത്തു. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് എന്താ? പരിശുദ്ധാത്മാവാണോ? അല്ലെന്നേ, അല്ല. ഹാലലൂയ, ദൈവം എന്താ പറഞ്ഞത്? ശത്രുക്കളെ സ്നേഹിപ്പാൻ. അപ്പോൾ തന്നെയാണ് ഹാലലൂയ അവൻ ഇവിടെ ചെയ്തത്. അങ്ങനെയെങ്കിൽ അവനിൽ വ്യാപരിക്കുന്ന ഹാലലൂയ ദുഷ്ടാത്മ സേനയുടെ ഹാലലൂയ ഒരു മണ്ഡലം അവനിൽ വ്യാപരിക്കുന്നുണ്ട്. യാത്രാരുടെ കൂടെ, ദൈവത്തിന്റെ കൂടെ മറഞ്ഞിരിക്കുന്ന ചില പൈശാചിക മണ്ഡലം എന്നിലും നിങ്ങളിലും വ്യാപരിക്കുമ്പോൾ ഇന്ന് സമർപ്പിച്ച് അതിൽ ഹാലലൂയ 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 ജയമെടുക്കുവാൻ നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇരുട്ടിന്റെ അധികാരം അവനെ സ്വാധീനിച്ചിട്ട് അവൻ ഹാലലൂയ നമുക്ക് അവനോട് ചോദിക്കാം, കുഞ്ഞെ നിന്റെ ദർശനം എവിടെ? നീ ആ വെള്ളത്തിലൂടെ ഒക്കെ നടന്നവനല്ലേ? ക്രിസ്തു ആരെന്ന ദർശനം നീയല്ലേ പ്രാപിച്ചത്? ദൈവത്തിന്റെ തേജസ്കരിക്കപ്പെട്ട രൂപം നീയല്ലേ കണ്ടത്? എന്താ നീ ഇരുട്ടിലാണ്ട് പോയത്? ജീവിതത്തിൽ ഹാലലൂയ ഉയർന്നു വരുന്ന പ്രതികൂലത്തിന് നടുവിൻ മനുഷ്യലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കല്ലേ, മനുഷ്യനിൽ ആശ്രയിക്കല്ലേ. വെളിപ്പാട് നഷ്ടപ്പെടുമ്പോൾ ജഡത്തിൽ പ്രതികരിക്കാൻ പോകരുത്. ഒരു പക്ഷേ അവര് നമ്മളെ ഒന്ന് പറഞ്ഞാൽ ചിലത് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു വാക്കെങ്കിലും കുത്തി പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പറ്റില്ലെന്നേ. ദൈവമക്കൾക്ക് ഞാൻ ആരെന്ന് കാണിച്ചു, അതൊക്കെ മാറ്റിയെടുക്കണം. ഇന്ന് രാത്രി നമുക്ക് ഉദാഹരണമായി പറയാം. ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ടുവരുന്ന വഴി അവരോട് എന്താ പറഞ്ഞേ?
പാലും തേനും ഒഴുകുന്ന ദേശമാ ഞാൻ നിങ്ങൾക്ക് തന്നെ. എന്നാൽ ചെങ്കടലിന്റെ മധ്യേ വന്നപ്പോ അവര് പറയാ, ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, ഈ വാഗ്ദത്തമൊന്നും എന്നെ കേൾപ്പിച്ചില്ലല്ലോ. മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഉഴുന്നപ്പോരും അവൻ പറയുകയാണ്, അവര് പിറുപിറുക്കാൻ തുടങ്ങി. അവർ തമ്മിൽ തമ്മിൽ നോക്കി, അവർ തമ്മിൽ തമ്മിൽ കല്ലുകൾ എടുത്തു. എന്നാൽ ദൈവത്തിന്റെ ദാസനായ ഹല്ലേലൂയ ഹല്ലേലൂയ മോശ ദൂത് പറയുക, ഇന്ന് കണ്ട മിശ്രമിനെ ദൈവത്തിന്റെ ദാസൻ പ്രാപിച്ചിട്ട് വന്നിരുന്ന് പറയുമ്പോൾ അവർക്ക് അതൊന്നും കേൾക്കാനുള്ള ചെവിയില്ല. പലപ്പോഴും പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചു വരുന്നതിനെ ദൂരെ ചേർത്തിയെറിയും പോലെ, അതിനെ തൂത്തു മാറ്റുന്നത് പോലെ നിന്റെ ഹൃദയത്തിൽ ചില നന്മകൾ പ്രാപിക്കും എന്ന് നീ ഉറച്ചിരിക്കുമ്പോൾ ശത്രു അതിൽ കളവാരിയിടുന്നത് പോലെ, ഒരു ചൂലുകൊണ്ട് തൂത്ത് കളയുന്നത് പോലെ നിന്റെ മനസ്സിൽ നിന്ന് ശക്തിയെ ചോർത്തിക്കളയുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അതിൽ ജയം നേടുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അതുകൊണ്ട് അവരോട് പറയുക, ഇന്ന് കണ്ട മിശ്രമിനെ നിങ്ങൾ ഒരു നാളും കാണുകയില്ല, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. ദൈവത്തിന്റെ പൈതലേ, പ്രിയ ദൈവമക്കളെ, പ്രതികൂലങ്ങളിൽ ഉറച്ചു നിൽക്കണം. പിറുപിറുപ്പിന്റെ ശബ്ദം പറയല്ലേ. നാം പറഞ്ഞു പോകും, അറിയാതെ പറഞ്ഞു പോകും. സകലതും ഉപേക്ഷിച്ച് ഹല്ലേലൂയ കർത്താവേ, രാവും പകലുമില്ലാതെ ഞാൻ നിന്നോട് കൂടെ നടക്കുമ്പോൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന ശബ്ദം പറയരുത്. നിരാശയുടെ വാക്ക് പറയരുത്. ഇസ്രായേൽ ജനം പിറുപിറുപ്പുണ്ടായത് കാരണം വാഗ്ദത്തം ഡിലേ ആയി പോയി. നാം പിറുപിറുക്കുമ്പോ എന്ത് സംഭവിക്കും? ഡയറക്റ്റായി നമുക്ക് ലഭിക്കേണ്ട വാഗ്ദത്തം കുറച്ചു നാളത്തേക്ക് മാറിപ്പോകും. നാം ഇന്ന് ചിന്തിച്ചാൽ മതി, എന്തുകൊണ്ടാണ് എനിക്ക് ചില വാഗ്ദത്തങ്ങൾ ലഭിക്കാത്തത്? നമ്മുടെ ചില അവിശ്വസ്തത, നമ്മളെ ഏൽപ്പിച്ച കൃപയുടെ വ്യാപാരത്തിന്റെ ഹല്ലേലൂയ അവിശ്വസ്തത കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ഡിലേ ആയി പോകും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നമുക്ക് പറയാൻ കഴിയും, കുഞ്ഞെ, നിന്റെ ഉദ്ദേശം, നിന്റെ നോട്ടം പാലും തേനും ഒഴുകുന്നതാ. അതിനിടയിൽ വരുന്ന കാര്യം നീ ശ്രദ്ധിക്കേണ്ട. അപ്പനെ ഏൽപ്പിച്ചാ മതി. അപ്പ, എനിക്ക് കൃപ തരണമേ. ഹല്ലേലൂയ. നീ അതിൽ ആശ വെച്ച് നമുക്ക് മുന്നോട്ട് കടന്നു പോകുവാൻ ദൈവം സഹായിക്കണം. അടുത്തതായിട്ട് ഹല്ലേലൂയ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 54-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പത്രോസിന്റെ ജീവിതത്തിലെ 4-ാമത്തെ ബലഹീനത. ഹല്ലേലൂയ. അവിടെ എന്താണെന്ന് വായിക്കാമോ? അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിൻചെന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ അവിടെ ഹല്ലേലൂയ അകലം വിട്ട് പിൻചെല്ലുകയാണ്. പലപ്പോഴും നാം ദൈവത്തോട് കൂടെ നടന്നു എന്ന് നാം അവകാശപ്പെടുമ്പോഴും അകലം വിട്ട് നാം മാറിപ്പോകുമ്പോൾ നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് താമസമുണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നേ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തോട് കൂടെ ഇരുന്ന് അകലം വിടാതെ ഹല്ലേലൂയ ഹല്ലേലൂയ നടന്നാൽ ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരും. ഹല്ലേലൂയ. എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു പോകുകയാണ്, ഇവിടെ എന്റെ സമയം അവസാനിക്കാൻ പോകുന്നു. ലൂക്കോസ് 22:55 പറയുകയാണ്, ഇത് ഒരുമിച്ച് നന്നായിട്ട് ക്രോഡീകരിച്ച് സംസാരിക്കേണ്ട വിഷയമാണ്. എങ്കിലും നീ ദൈവത്തിൽ നിന്ന് അകന്നു മാറില്ലേ. രണ്ടാമത്തെ വിഷയം എന്ന് പറയും ലൂക്കോസ് 22:55. നിങ്ങൾ വായിച്ചു ഗ്രഹിച്ചാൽ മതി. അവൻ നടുമുറ്റത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ എല്ലാവരും കൂടെ ഒന്നിച്ച് തീ കത്തിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിലിരുന്നു. ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അവൻ എവിടെ ഇരിക്കേണ്ടത്? ദൈവത്തിന്റെ അടുത്തിരിക്കേണ്ടവൻ എവിടെ ഇരിക്കുക? നടുമുറ്റത്തിരിക്കുക. നാമും അങ്ങനെയാ ഇരിക്കേണ്ട അടുത്ത ഹല്ലേലൂയ ഇരിക്കേണ്ട സ്ഥലത്ത് ഹല്ലേലൂയ ഇരിക്കുവാൻ പാടില്ല എന്ന് പരിശുദ്ധാത്മാവ് വിലക്കുന്ന സ്ഥാനത്ത് നാം ഇരിക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം മാറ്റിക്കളയണം. അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞത്, ചിലത് നമ്മളോട് പറയും, ചില വാഗ്ദത്തം നമ്മുടെ മേലുണ്ടാകും. അപ്പോഴും നാം കൈമലർത്തും, അപ്പ എന്റെ വാഗ്ദത്തം താമസിക്കുന്നു, എന്റെ കുഞ്ഞിന്റെ പഠനം ഹല്ലേലൂയ താമസിക്കുന്നു കർത്താവേ,
എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, നീ ഇരിക്കേണ്ട സ്ഥലത്ത്, ദൈവം പറഞ്ഞ സ്ഥലത്തല്ല നീ ഇരുന്നത്, നീ നിൽക്കേണ്ട സ്ഥലത്തല്ല നിന്നത്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാമിനോട് ദൈവം സംസാരിക്കാതെ ഇരുന്നു, അവനെ വിളിച്ച് വേർതിരിച്ചതാ, ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ പകർന്നു കൊടുത്തതാ. എന്നാൽ ഇന്ന് പകൽക്കാലം അബ്രഹാമിനോട് ദൈവം കുഞ്ഞെ, നിന്നോട് ഞാൻ പറഞ്ഞോ ലോത്തിനെ കൂടെ കൂട്ടാൻ. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത ബന്ധത്തിൽ നീ കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ നിന്നോട് ദൈവം സംസാരിക്കത്തില്ല, നിന്റെ വാഗ്ദത്തങ്ങൾ നിനക്ക് നൽകി തരത്തില്ല. ഓരാധിന സന്തര, നമ്മുടെ ഹിതത്തിന് മടങ്ങിപ്പോയാൽ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ നാം നമ്മുടെ മനസ്സിനോട് പറയും, എന്തിനാ പ്രാർത്ഥിക്കുന്നേ, എന്തിനാ ഉപവസിക്കുന്നേ? അല്ല, നിന്റെ അവിശ്വസ്തതയാ. ഹല്ലേലൂയ. ആകിയാൽ ഹല്ലേലൂയ, നീ കൂടെ നിന്നെയാ ദൈവം വിളിച്ചത്, വാഗ്ദത്തം നിന്റെ മേല. നീ ആവശ്യമില്ലാത്ത ലോത്തിന് റിക്വസ്റ്റ് കൊടുത്ത് അവനെ കൂടെ ചേർത്താൽ ചില വാഗ്ദത്തങ്ങൾ നിനക്ക് നഷ്ടമായി പോവും, ജീവിതത്തിന് വിള്ളലുകൾ സംഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊക്കെ ഒത്തിരി പറയേണ്ട വിഷയമാ. ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്തതിനെ ഹല്ലേലൂയ കൂടെ കൂട്ടിയാൽ ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും പറയുന്നത്, അവന് ഈ 5 കാര്യങ്ങൾ മനസ്സിലായോ? അവന്റെ ജീവിതത്തിൽ ശീമോൻ പത്രോസിന്റെ മനസ്സിൽ 5 വിള്ളലുകൾ വന്നത് നിമിത്തമാണ് 3.5 വർഷക്കാലം 30ന്റെ പാരമ്പര്യം നിനക്ക് പറയാം. എന്നാൽ ദൈവസന്നിധിയിൽ വന്ന് അവൻ അമ്പമ്പാട് ദൈവത്തെ ആണ്ടമൂണ്ടം കയറി പിടിച്ചിട്ട്, ഞാൻ ഒന്നുമില്ല കർത്താവേ എന്ന് ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെട്ടപ്പോഴാണ് അവന്റെ ജീവിതത്തിന് നന്മകൾ കടന്നു വന്നത്. അവന്റെ 5 കുറവുകൾ ഹല്ലേലൂയ ജീവിതത്തിൽ അവന്റെ ബലഹീനത ബോധ്യപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ 2 വ്യക്തികളെ ഒരു ദിവസം തന്നെ 2 തെറ്റുകൾ ചെയ്ത വ്യക്തിയെ നാം അവിടെ കാണുന്നു. എന്താണെന്ന് അറിയാമോ? ഒരുത്തൻ ദൈവത്തെ തള്ളി പറഞ്ഞു, ഒരുത്തൻ ഹല്ലേലൂയ ഒരുത്തൻ ഒറ്റ കൊടുത്തു. ഇത് രണ്ടും ഒരേ കുറ്റമാണ്. എങ്കിലും ഒരുത്തൻ എന്ത് ചെയ്തു? ആരുടെ മുമ്പിലാ നീ തള്ളിക്കളഞ്ഞത്? ഹല്ലേലൂയ. ആരെയാ തള്ളിക്കളഞ്ഞത്? അവൻ അധിക ദുഃഖത്തോടെ ദൈവസ്ഥലത്തിൽ കരഞ്ഞു, അപ്പാ ഞാൻ നീ പറഞ്ഞതുപോലെ തന്നെ, എന്താ നേരത്തെ പറഞ്ഞതാ നീ എന്നെ തള്ളി പറയുമെന്ന്. അപ്പൊ അത് കേൾക്കാതെ പ്രാർത്ഥിക്കാതെ പറഞ്ഞു, ഇല്ല ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹല്ലേലൂയ അവൻ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണതുപോലെ ശിമോനെ പോലെ നമുക്ക് ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വരാം. എന്നാൽ നിന്റെ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ ഈ 40 ദിവസം കഴിയുന്നതിന് മുന്നമേ നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് പറയാം. കുടുംബങ്ങളെ നോക്കി ഒന്ന് സമർപ്പിച്ചാൽ മതി. ഒന്നുമില്ല, അവൻ അതിദുഃഖത്തോടെ ഹല്ലേലൂയ പത്രോസ് കരഞ്ഞതുപോലെ അതിദുഃഖത്തോടെ നമുക്ക് കരയാം, നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. ദൈവമേ, ദൈവിക അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി എന്റെ ജീവിതത്തിലെ കുറവുകൾ ഓർക്കല്ലേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ഈ വാക്യം വീണ്ടും കറങ്ങി തിരിഞ്ഞ് യോഹന്നാനിൽ വരുന്നുണ്ട്. അവിടെ ഒരു കനലിൽ ചുറ്റ അടയും എടുത്തോണ്ട് പറയാ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ പകൽക്കാലം നമുക്ക് പറയാം, അപ്പാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇവരിൽ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മെ തന്നെ സമ്പൂർണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പരിവർത്തിക്കപ്പെടുവാൻ ചില വിഷയങ്ങളുടെ മേൽ വ്യക്തികളെ പരാജയത്തിന്റെ കുറവ് വെളിപ്പെടുത്തുകയാണ്. ചില വ്യക്തികളുടെ മേൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ചില കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേല് തലമുറകളുടെ നന്മയുടെ വിരോധമായി ചില കുഞ്ഞുങ്ങൾ എവിടെയോ എത്തപ്പെടേണ്ടതാണ്, എന്നാൽ എത്തപ്പെടാതെ വഴിയിൽ തളർന്നിരിക്കുന്നത് പോലെ ഇരിക്കുന്ന അവസ്ഥയ്ക്ക് ഭേദം വരുവാൻ ഹല്ലേലൂയ കാലങ്ങളിൽ ആരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. കുറേനക്കാരനായ നിന്റെ തലമുറയെ ദൈവം കൈവിടില്ല. കുറേനക്കാരനായ ശീമോനെ തന്റെ തലമുറകളെ രൂപേസിനെ അലക്സാണ്ടറിനെയും ദൈവം മാനിച്ചതുപോലെ പ്രസിദ്ധപ്പെടുത്തിയതുപോലെ നിങ്ങൾ ഹല്ലേലൂയ അത് പ്രാപിക്കേ. നിങ്ങളുടെ കടുവൊക്കെ ഹല്ലേലൂയ തലമുറകളെ ഹല്ലേലൂയ പ്രസിദ്ധപ്പെടുത്തുവാൻ ഇന്നുള്ള പടുകുഴിയിൽ ആണ്ടുപോയ ഹല്ലേലൂയ ഇനി ഒരു രക്ഷയില്ല, എന്റെ കുഞ്ഞിന് രക്ഷപ്പെടുകയില്ല, ചില വിഷയത്തിന് ഇനി ഞാൻ നന്മ കാണുകയില്ല. ചില കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ മക്കളില്ലാത്ത ചിലര് എന്നെ കേൾക്കുന്നവരുണ്ട്. ഹല്ലേലൂയ ഇനി എനിക്ക് അങ്ങനെ ഒരു നന്മയില്ല. ഇല്ല, ആഹാറിന്റെ പൈതലിന്റെ കരച്ചിന് മുൻപാകെ അവന്റെ തലയ്ക്ക് മുകളിൽ നീരുറവ തുറന്നതുപോലെ
ദൈവം. ഇന്ന് പകൽക്കാലം ഉള്ളെന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രാർത്ഥനയിൽ ബലപ്പെടുക, പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗത്തിലെ നല്ല ദൈവമേ, ഈ കർത്താവെ കർത്തദാസന്മാർക്കായി ദൈവമക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അസാധാരണമായൊരു ദൈവകൃപ അവിടെ മേൽ പകരണമേ കർത്താവെ. അവിടെ വാഗ്ദത്തങ്ങൾക്ക് ഡിലേ ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേല്, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേല്, ഹല്ലേലൂയ, ജോലിയുടെ മേല്, വീടുകളുടെ മേല് അസാധാരണ ദൈവകൃപ പകർന്നാട്ട് ഇന്ന് പകൽക്കാലം ശത്രു തോൽക്കുന്ന പകൽക്കാലമായി തീരട്ടെ. എന്റെ ദൈവം ജയമെടുക്കുന്ന പകൽക്കാലമായി തീരട്ടെ. എല്ലാ ഡിവൈസിലെയും പ്രിയപ്പെട്ടവരെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിയെ, റോയ് ബേബി പാസ്റ്ററെ, തന്റെ കുടുംബത്തെ ഒക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വലിയൊരു യൗവനക്കാര് ഇതിലൂടെ തലച്ച് ലോകത്തെ ക്രിസ്തുവിന് ചൂണ്ടി കാണിക്കുന്ന ചൂണ്ടുപലകളായി തീരുവാൻ നസ്രേൻ അവിടെ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.